മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പൊ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ എക്കണോമിക്സിന്റെ എക്സാം വരുന്നത് ഈ വരുന്ന 27-നാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലും ഒക്കെ ആയിട്ട് 17 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. അതില് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്നത് പക്ക ഒരു പ്രോബ്ലം ഏരിയ ആണ്. അതിൽ കുറെ കാൽക്കുലേഷൻസ്, കുറെ ഇക്വേഷൻസ്, പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മിസ് ഇന്ന് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും അതിന്റെ കാൽക്കുലേഷനുമാണ് മിസ് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഈ വീഡിയോയിലൂടെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ എല്ലാ കാൽക്കുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം സ്ഥിരമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട്. ഇതിനേക്കാൾ കൂടുതൽ ഇൻഡെക്സ് നമ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മറ്റൊരു ചോദ്യമാണ്. അത് ഏതാണെന്ന് മിസ് കാണിച്ചു തരാം. ആദ്യം വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ്. ഇതിനകത്ത് നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. പാസ്കി ഉണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് പേയേഴ്സും ഉണ്ട്. ഇത് രണ്ടിലും ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. പക്ഷേ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനില് ഏത് വർഷത്തെ ക്വാണ്ടിറ്റി തന്നിരിക്കുന്നു എന്നതിന്റെ ബേസിസിലാണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കറണ്ട് പീരീഡിലെ ക്വാണ്ടിറ്റിയാണ് തന്നിട്ടുള്ളത്. കറണ്ട് ഇയർ, അതായത് റീസെന്റ് ആയിട്ടുള്ള ഇയർ അല്ലെ, ഏത് വർഷത്തിനെയാണോ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ആ വർഷത്തെ ക്വാണ്ടിറ്റിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് Q1 മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. Q1 ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പാസ്കി എന്ന് പറയുന്ന മെത്തേഡ് ആയിരിക്കും. ഇനി Q0 ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് പേയേഴ്സ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ പാസ്കി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പാസ്കിയുടെ ഇക്വേഷൻ എന്താണ്? സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100 എന്നുള്ളതാണ്. ഇവിടെ 2 സ്ഥലത്തും Q1 വന്നു. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം P1 Q1 വേണം, P0 Q1 വേണം. ഇവിടെ കാൽക്കുലേഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്. P1 Q1 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? P1 ഇൻറ്റു Q1 ആണ്. അപ്പൊ ഓരോ P1-നെയും അതിന്റെ Q1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് P1 Q1. ഓക്കെ, ഇനി അടുത്തത് P0 Q1 എന്ന് പറയുമ്പോൾ ഓരോ P0-നെയും അതിന്റെ Q1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ രണ്ടിന്റെയും സിഗ്മ, അതായത് ഇതിന്റെ രണ്ടിന്റെയും ടോട്ടൽ ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ടോട്ടലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി P1 Q1 സിഗ്മ P1 Q1 180 ആണ്, സിഗ്മ P0 Q1 120 ആണ് ഇൻറ്റു 100. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് 150. ഇത്രയേ ഉള്ളൂ നമ്മുടെ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ ഏത് വർഷത്തെ ക്വാണ്ടിറ്റി ആണോ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇനി അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഇൻഡെക്സ് നമ്പർ എന്നുള്ള ചാപ്റ്റർ എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ ഇതെന്തായാലും നമ്മൾ പഠിക്കണം. ഇതിന്റെ പേരിൽ പറയുന്നത് പോലെ തന്നെ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? ഇതിന്റെ ഇക്വേഷൻ വരുന്നത് സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ അതിന് നമുക്ക് തന്നിട്ടുള്ള 2 വർഷത്തെയും ഏതാണ് P1 ഏതാണ് P0 എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നമുക്കറിയാം റീസെന്റ് ആയിട്ടുള്ള ഇയർ ആണ് P1, അതുപോലെ തന്നെ ഏത് വർഷവുമായിട്ടാണോ കമ്പയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞു പോയ വർഷം, അതാണ് P0. അപ്പൊ രണ്ടിന്റെയും ടോട്ടൽ നമുക്ക് ആവശ്യമുണ്ട്. ഇത് P1 ആണ്, ഇത് P0 ആണ്. രണ്ടിന്റെയും ടോട്ടൽ ആണ് ഈ സിഗ്മ P1 സിഗ്മ P0 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സിഗ്മ P1 26 ആണ്, സിഗ്മ P0 23 ആണ് ഇൻറ്റു 100 113.04 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്. ഇതിലിപ്പോ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് P1 ഏതാണ് P0 എന്ന് കണ്ടുപിടിക്കണം, ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ P1 ഏതാന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ടുള്ള വർഷം, P0 കഴിഞ്ഞു പോയ വർഷം. അങ്ങനെ ആലോചിച്ചാൽ മതി, കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യം ഇതാണ്. ഒരു കണ്ടിന്യൂസ് സീരീസ് തന്നിട്ട് മീനും മീഡിയനും മോഡും ഒരുമിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറയും. അപ്പൊ ഇതിൽ നിന്ന് നമുക്കത് കണ്ടുപിടിക്കുന്ന കാണിച്ചു തരാം. മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് സീരീസിലെ ഇക്വേഷൻ സിഗ്മ FM ബൈ N ആണ്. അപ്പൊ ഇതിൽ M വേണം നമുക്ക് അല്ലെ. F ഇവിടെ ഓൾറെഡി ഉണ്ട്, ഫ്രീക്വൻസി ആണ്. M എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്, നമുക്കറിയാം ഓരോ ക്ലാസ്സുകളുടെയും മിഡ് പോയിന്റ് ആണ്. FM എന്ന് പറയുന്നത് F-നെ M കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതിന്റെ സിഗ്മ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ സ്മോൾ n എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്, സിഗ്മ F ആണെന്നുള്ളത് ആലോചിക്കാം. അതായത് ഇതിന്റെ ടോട്ടൽ ആണ്. അപ്പൊ എല്ലാം ക്വസ്റ്റ്യനിലുണ്ട്. 1630/50 32.6 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേടാ. ദെൻ അടുത്തത് നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാനാണ്. മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. നമ്മൾ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളത്. നമുക്കറിയാം ഫ്രീക്വൻസി ആഡ് ചെയ്ത് വരുവാണ്. ഇവിടെ ആദ്യം 4 തന്നെ എഴുതാം, പിന്നെ 4-നോട് 7 കൂട്ടുന്നു, 11 കിട്ടുന്നു, 11-നോട് 10 കൂട്ടുന്നു, 21 കിട്ടുന്നു, അങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ടോട്ടൽ ഫ്രീക്വൻസി തന്നെയായിരിക്കും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് N/2 ആണ്. N/2 എന്ന് പറഞ്ഞാൽ N ടോട്ടൽ ഫ്രീക്വൻസി ആണ്. അപ്പൊ by 2 25 കിട്ടും. ഈ 25-നെ നമ്മൾ ക്യുമുലേറ്റീവ്
ഫ്രീക്വൻസിയിൽ ലൊക്കേറ്റ് ചെയ്യണം. അതായത് 25-നേക്കാൾ വലിയ നമ്പർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ 35 ആണ്. സോ ഈ 30 to 40 എന്നുള്ളതായിരിക്കും നമ്മുടെ മീഡിയൻ ക്ലാസ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. L+n/2 - CF/F × H. ഇത്രയേ ഉള്ളൂ. L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ആണ്. n/2 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ CF എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ തൊട്ടു മുന്നേയുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ഇനി F എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ തന്നെ ഫ്രീക്വൻസിയാണ്. H എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെൽ ആണ്. അതിവിടെ 10 ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 32.86 എന്ന് കിട്ടും. ഇനി നമ്മൾ മോഡിലേക്ക് കടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആണ് കാൽക്കുലേഷൻ. മോഡിൽ ആദ്യം ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ക്ലാസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. അതായിരിക്കും നമ്മുടെ മോഡൽ ക്ലാസ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. L+D1/D1+D2 × H. ഇതിൽ L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ആണ്. D1 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയും തൊട്ടു മുകളിലുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിവിടെ 4 ആണ് കിട്ടിയത്. ഇനി D2 എന്ന് പറയുന്നത് മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയും തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് 6 കിട്ടുന്നു. പിന്നെ H ആസ് യൂഷ്വൽ ക്ലാസ് ഇന്റർവെൽ ആണ്. അപ്പൊ നമുക്കിവിടെ 34 കിട്ടും. ഇത്രയേ ഉള്ളൂ മീനും മീഡിയനും മോഡും. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഏറ്റവും വേഗതയിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാര്യം. 8 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ എല്ലാവരും ഇത് നോക്കി വെക്കുക. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമ്മൾക്ക് കോറിലേഷനിലാണ് പിന്നെ കാൽക്കുലേഷൻ ആയിട്ട് വരുന്നത്, ഇക്വേഷൻ ആയിട്ട് വരുന്നത്. കോറിലേഷനിൽ നമ്മൾ പ്രോബ്ലം അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ആദ്യം ഇവിടെ കാൽപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് ആദ്യത്തേത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതിന്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: n sigma xy minus sigma x into sigma y divided by root of n sigma x square minus sigma x all square into n sigma y square minus sigma y whole square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് ഇനി നമുക്ക് xy വേണം, x into y, x സ്ക്വയർ വേണം, എക്സിന്റെ സ്ക്വയർ വേണം, അതുപോലെ തന്നെ വൈന്റെ സ്ക്വയറും വേണം. ഇതെല്ലാം മിസ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ടോട്ടലും വേണം, സിഗ്മയും നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. n എന്ന് പറയുന്നത് ഇവിടെ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ 8 ഐറ്റംസ് ആണുള്ളത്. സോ 8. ദെൻ സിഗ്മ എക്സ് വൈ നമുക്കറിയാം 602 ആണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ആണ്, അത് രണ്ടും നമുക്ക് ഇവിടെ ഉണ്ട് ക്വസ്റ്റ്യനിൽ, നമ്മളത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ദെൻ ബൈ റൂട്ട് ആണ് നമ്മൾ 8 തന്നെയാണ്. എൻ സിഗ്മ എക്സ് സ്ക്വയർ, എൻ എന്ന് പറയുന്നത് 8 ആണ്. സിഗ്മ എക്സ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയറിന്റെ സിഗ്മയും അതുപോലെ തന്നെ വൈ സ്ക്വയറിന്റെ സിഗ്മയും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്ത് വരണം. അങ്ങനെ സോൾവ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് 0.68 ആണ് നമുക്ക് കോറിലേഷൻ കിട്ടുന്നത്, 6 കിട്ടുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, 6 എപ്പോഴും -1ന്റെയും +1ന്റെയും ഇടയിലായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റായിരിക്കും. ഓക്കെ. ദെൻ അടുത്തത് നമുക്ക് റാങ്ക് കോറിലേഷൻ ആണ്. സ്പിയോമാൻസ് റാങ്ക് കോറിലേഷൻ കൂടിയാണ് കോറിലേഷൻ എന്നുള്ള ചാപ്റ്റർ നമുക്ക് കാൽക്കുലേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ റാങ്ക് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇവിടെ റാങ്ക് തന്നിട്ടില്ല, റാങ്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. നമുക്കറിയാം റാങ്ക് ഇടാനായിട്ടല്ലേ എങ്ങനെയാണ്, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പറിന് നമ്മൾ 1 കൊടുക്കും, സെക്കൻഡ് ലാർജസ്റ്റിന് നമ്മൾ 2 കൊടുക്കും, അങ്ങനെ ഇട്ടിട്ട് പോകും. ഓക്കെ. ഇവിടെ 9 ഐറ്റംസ് ആണുള്ളത്. അതുപോലെ തന്നെ ഇതാ മാർക്സിന് അക്കൗണ്ടൻസിക്കും നമ്മൾ റാങ്ക് കൊടുക്കുന്നു. അപ്പൊ ഒന്നാമത്തത് R1, രണ്ടാമത്തത് R2. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വേണം, അതാണ് D എന്ന് പറയുന്നത്, R1 - R2. ഈ 2 റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് 6 - 4 2, 3 - 1 2. ഇവിടെ സൈൻ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് തന്നെ പോവാ. 1 - 3 - 2. അങ്ങനെ D കണ്ടുപിടിക്കുന്നു. പിന്നെ D സ്ക്വയറും കണ്ടുപിടിക്കുന്നു. D സ്ക്വയർ ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് D സ്ക്വയറിന്റെ സിഗ്മ നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഇക്വേഷൻ എന്താണ്, 1 - 6 sigma D square by n³ - n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ സിഗ്മ D സ്ക്വയർ വേണം, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചത്. ഇനി ഇത് നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 - 6 ഇൻറ്റു സിഗ്മ D സ്ക്വയർ നമുക്ക് അവിടെ 40 കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് n എന്ന് പറയുന്നത് ഇവിടെ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ 9 ഐറ്റംസ് ആണുള്ളത്, അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് നമുക്ക് കോറിലേഷൻ കിട്ടുന്നു. ഇത്രയാണ് നമ്മുടെ റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ പ്രോബ്ലം എന്ന് പറയാനായിട്ട്, കാൽക്കുലേഷൻ എന്ന് പറയാനായിട്ട്, ഇക്വേഷൻസ് എന്ന് പറയാനായിട്ട് ഇത്രയുമാണുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് തിയറിയും ചെറിയ നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കാൽക്കുലേഷൻ ആകെ ഇത്രയേ ഉള്ളൂ, കാൽക്കുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആകെ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക, ഈ ഇക്വേഷൻസ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് ലൈവ് ഉണ്ട്, അതിനകത്ത് എല്ലാവരും ജോയിൻ ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.